ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കരിയർ ടോക്കിലേക്ക് നമ്മുടെ വിഷയം ഡാറ്റ സയൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് ഡാറ്റകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഈ ഡാറ്റ ശേഖരണത്തിലാണ്. എന്താണ് ഡാറ്റ സയൻസ്? 2026 ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ 165 ZB ഡാറ്റകൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ZB എന്ന് പറഞ്ഞാൽ 2⁻⁷. അത്രയും ഡാറ്റകളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് തന്നെ. ഇത്തരം ഡാറ്റകളിൽ നിന്ന് ഡാറ്റ പാറ്റേണുകൾ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ ആ ഐഡന്റിഫൈ ചെയ്ത പാറ്റേണുകളിൽ നിന്ന് മീനിങ് ആയിട്ടുള്ള ഇൻസൈറ്റ്സുകൾ ലഭിക്കുവാനും ആ ലഭിച്ച ഇൻസൈറ്റുകളിൽ നിന്ന് ഭാവി ട്രെൻഡുകൾ പ്രെഡിക്റ്റ് ചെയ്യുക എന്നതാണ് ഒരു ഡാറ്റ സയന്റിസ്റ്റിന്റെ റോൾ. ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് which combines the principles and practices of mathematics, statistics, computer science, and IT tools to organize and analyze such amount of large data. നമുക്ക് ഡാറ്റ സയൻസ് എവിടെയൊക്കെ പഠിക്കാം? ഡാറ്റ സയൻസ് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ആയിട്ടും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനുമായിട്ടും PG ഡിപ്ലോമ കോഴ്സുകളായിട്ടും മറ്റു കോഴ്സുകളുടെ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ, ഉദാഹരണത്തിന് BTechന്റെ കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഡാറ്റ സയൻസ് പഠിക്കാം. അതുപോലെ BCAയുടെ കൂടെയും സ്പെഷ്യലൈസ്ഡ് ഫീൽഡായിട്ട് ഡാറ്റ സയൻസ് പഠിക്കാം. എവിടേക്കാണ് ഈ ഡാറ്റ സയൻസ് പഠിക്കാൻ കഴിയുന്നത്? നമ്മുടെ ഏറ്റവും പ്രീമിയർ സ്ഥാപനങ്ങളായ IITകൾ മുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, കോളേജുകളിൽ എല്ലാം നമുക്ക് ഇത്തരം വിഷയങ്ങൾ പഠിക്കാം. ഒരു ഡാറ്റ സയൻസിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡാറ്റ സയൻസ് പഠിച്ചതിന് ശേഷം ഏതൊക്കെ കരിയറിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നും കൂടെ നോക്കാം. ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാം, അതുപോലെ ഒരു ഡാറ്റാ ബേസ് മാനേജർ ആയിട്ട് പ്രവർത്തിക്കാം, ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാം, ഡാറ്റ മൈനർ ആയിട്ട് പ്രവർത്തിക്കാം. അക്കോർഡിംഗ് ടു ദ സ്റ്റഡി ഓഫ് മെക്കിൻസി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഗ്ലോബൽ സ്റ്റഡിയിൽ പറയുന്നത്, ദ ഡിമാൻഡ് ഫോർ ദ ഡാറ്റ സയൻസ് ഓർ സയന്റിസ്റ്റ് will be huge in the coming years എന്നാണ്. എന്നാൽ മറ്റ് ടെക്നോളജി മേഖലകളെ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രഭാവം എത്രത്തോളം ഇതിൽ വരുമെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. സോ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്റ്റേ ട്യൂൺ. താങ്ക് യു.